ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു JEE സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. JEE എക്സാമിനേഷൻ വളരെ അടുത്ത് വരുന്നുണ്ട്. സോ JEE എക്സാമിനേഷൻ കെമിസ്ട്രിയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നൊരു പാർട്ടാണ് തെർമോഡൈനാമിക്സിലെ തെർമോകെമിസ്ട്രി ഉള്ളത്. സോ അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും അതിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും തെർമോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ഷനുകളുടെ തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഹീറ്റ് ഓഫ് റിയാക്ഷനാണ് നമ്മൾ പ്രധാനമായിട്ടും കമ്പയർ ചെയ്യുന്നത്. എന്താണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ് വെൻ റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം റിയാക്ടൻറ്റുകൾ പ്രൊഡക്റ്റായി മാറുന്ന സമയത്തുണ്ടാകുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ആൻഡ് ആ പറയുന്ന ഹീറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് രണ്ടെണ്ണമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് QP എന്നാണ്. ആൻഡ് QP നമുക്കറിയാം അത് ΔH ആണ്. ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ഹീറ്റിനെ നമ്മൾ QV എന്ന് വിളിക്കുക, ദാറ്റ് ഈസ് ΔU എന്നാണ്. ഒരു കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഗതി എന്നുള്ളത് ΔH അല്ലെങ്കിൽ QP ആണ്. പ്രധാനമായിട്ടും നമ്മുടെ റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലായതുകൊണ്ട് നമുക്ക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് നമുക്ക് ആക്ച്വലി കണക്കാക്കേണ്ടി വരിക, ദാറ്റ് ഈസ് ΔH ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ഓർത്ത് വെക്കണം. ഇനി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ടു കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഇനി നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന മറ്റൊരു ടേമാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ എൻതാൽപ്പിയെ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. സോ ദർ കംസ് അനദർ ക്വസ്റ്റ്യൻ, എന്താണ് ഈ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ പറയപ്പെട്ട സ്പീഷീസ് അയാളുടെ പ്യുവർ ഫോമിലായിരിക്കണം. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആകുമ്പോൾ സ്പീഷീസ് ഷുഡ് ബി ഇൻ ഇറ്റ്സ് എന്താണ്, ഇറ്റ്സ് പ്യുവർ ഫോമിലായിരിക്കണം, പ്യുവർ ഫോമിൽ. ഓക്കെ, at 1 bar pressure and at a constant temperature. ശ്രദ്ധിക്കണം, പ്യുവർ ഫോം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് കണ്ടീഷനുകളിലാണ്? 1 bar പ്രഷറിലും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. ഇവിടെ പ്രഷർ നിർബന്ധമായിട്ട് 1 bar ആയിരിക്കണം, എന്നാൽ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻറ്റ് എന്നേ പറയുന്നുള്ളൂ. അത് ഓൾവേസ് 298 കെൽവിൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ നോർമലി നമ്മൾ പ്രത്യേകം സ്റ്റാൻഡേർഡ് പ്രഷർ മെൻഷൻഡ് അല്ല എന്നുണ്ടെങ്കിൽ 298 നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് പ്രോബ്ലങ്ങൾ പൊതുവേ ചെയ്യാറ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എത്തനോൾ എന്ന് പറയുന്നത് 298 കെൽവിനും അതുപോലെ തന്നെ 1 bar പ്രഷറും എടുത്തു കഴിഞ്ഞാൽ എത്തനോൾ എന്ന് പറയുന്ന ആൾ ആക്ച്വലി ആരാണ്? ലിക്വിഡാണ്. അപ്പോൾ അതാണ് എത്തനോളിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 500 കെൽവിൻ. ലുക്ക്, ഞാനിവിടെ ടെമ്പറേച്ചർ 500 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് 298. അറ്റ് 1 bar പ്രഷറും 500 കെൽവിൻ ആകുമ്പോൾ അയേൺ എന്ന് പറയുന്ന ആൾ സോളിഡാണ്. ഇതാണ് അയാളുടെ പ്യുവർ ഫോം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻറ്റുകളും പ്രൊഡക്റ്റുകളും ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവരും അവരുടെ പ്യുവർ ഫോമിലാണെങ്കിൽ നമ്മൾ അന്നേരമുള്ള റിയാക്ഷൻ്റെ എൻതാൽപ്പിയെ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്നാണ് വിളിക്കുക. സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കുന്ന സമയത്ത് ΔHൻ്റെ മുകളിലൊരു നോട്ട് എന്നോ അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെയോ കാണിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. ഇനി പ്രധാനമായിട്ടും നമുക്ക് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു മോൾ കോമ്പൗണ്ട് അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റിൽ നിന്നും, എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റിൽ നിന്നും ഫോം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ടൊരു എക്സാമ്പിളിലൂടെ പറയാം. നമുക്കിപ്പോൾ ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യണം. ഓക്കെ, ആ ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്ന് ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ്സിൽ നിന്നും. ഓക്കെ, ആൻഡ് ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻ്റ് ഒന്നും ആയാൽ മാത്രം പോലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ്സ് ഇൻ ദെയർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ ആയിരിക്കണം. മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിളോട് കാണിക്കാം. നമുക്കറിയാം കാർബൺ +O2 എന്ന് ഞാൻ എഴുതുമ്പോൾ ഇവിടെ
1 mole of carbon dioxide as formed from its constituent elements carbon and O2. ഇങ്ങനെ എഴുതിയാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഇൻ ദെയർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ എന്ന് പറയുന്ന സമയത്ത് കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫോമുകൾ, പ്രധാനമായിട്ടും രണ്ട് അലോട്രോപ്പുകളുണ്ട്. കാർബൺ ഗ്രാഫൈറ്റ് ആകാം, ഡയമണ്ട് ആകാം. എന്നാൽ നമ്മൾ ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണത് കാർബണിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ അത് കാർബൺ ഗ്രാഫൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഏത് തന്നെ എടുക്കണം? കാർബൺ ഗ്രാഫൈറ്റ് തന്നെ എടുക്കണം. ആൻഡ് പ്ലസ് O2 ഗ്യാസ്. ഓക്കെ, ഇപ്പോൾ ഈ റിയാക്ഷൻ കാണിക്കുന്നത് 1 mole, നോക്കിയേ 1 mole CO2 ആസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ലെവൽസ് വിച്ച് ആർ കാർബൺ ആൻഡ് O2 അല്ലേ? അങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ ഇപ്പോൾ ഇത് 1 mole ഫോർമേഷൻ ആണ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പീനെ അഥവാ എൻതാൽപ്പി ഓഫ് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എനിക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ശ്രദ്ധിക്കണം, ഞാനിവിടെ റിയാക്ഷൻ എൻതാൽപ്പി എന്നുള്ള കൂടെ എഴുതിയിട്ടുണ്ട്. അതിൽ കൺഫ്യൂഷൻ ആവണ്ട. എല്ലാ റിയാക്ഷൻ്റെ എൻതാൽപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം. പക്ഷേ only when formation enthalpy എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷൻ? The formation enthalpy can be called only when there is a formation of 1 mole of substance from its constituent elements and they are in their most stable state of aggregation. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ enthalpy of formation എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾവേസ് ശ്രദ്ധിക്കണം, ഒരു മോളെ ഫോം ചെയ്യാനും പാടുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ സ്പീഷീസിൻ്റെയും enthalpy of formation അറിയാമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓവർ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കണക്കാക്കാൻ നിങ്ങൾക്ക് ഇതാ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആരാണ് റിയാക്ടൻ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രകാരമായിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യനുകളും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങ് കാണിക്കാം. ഓക്കെ, പ്രീവിയസ് ജെയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ ഇയർ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. സോ ശ്രദ്ധിച്ചു. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 H2O കാർബൺ ഡയോക്സൈഡ് HCl എൻ്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ കണക്കാക്കണം. ഇതാ ഈ കാണുന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി കണക്കാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കതൊരു വലിയ കാര്യമല്ല, കാരണം നമുക്ക് ഓൾറെഡി എൻ്റെ ഇക്വേഷൻ അറിയാം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നുള്ളത് നമ്മൾ സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആരാണ് റിയാക്ടൻ്റ്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് CCl4. ഓക്കെ, നമ്മളതിൻ്റെ വാല്യൂസ് ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, ശ്രദ്ധിക്കണം. നമുക്ക് ആക്ച്വലി പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് ആണ്. നമുക്ക് പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ആരൊക്കെയുണ്ട്? നമുക്കിവിടെ CO2 ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആരുണ്ട്? HCl ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം CO2ൻ്റെ വാല്യൂം പിന്നെ 4 ടൈംസ് ഓഫ് HClൻ്റെ വാല്യൂ ഇടണം. ടോട്ടൽ സം എടുക്കുമ്പോൾ 4 ടൈംസ് എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സോ CCl4ൻ്റെ വാല്യൂ ആണ് 105, H2ൻ്റെ വാല്യൂ ആണ് 242, CO2ൻ്റെ വാല്യൂ ആണ് 394 ആൻഡ് ഒബ്വിയസ്ലി HClൻ്റെ വാല്യൂ ആണത് 92. അപ്പോൾ ആ പ്രകാരം നമുക്കിവിടെ CO2ൻ്റെ വാല്യൂ ഇതല്ലേ നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിൽ CO2ൻ്റെ വാല്യൂ. സോ CO2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -394 പ്ലസ് 4 ടൈംസ് HClൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് 4 ടൈംസ് -92. ഓക്കെ, ഇപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ആരാണ്? പ്രൊഡക്റ്റ് മാത്രമാണ്. സോ മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ആര് വേണം? റിയാക്റ്റൻസ്. അപ്പോൾ അതിൽ റിയാക്ടൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ CCl4ൻ്റെ വാല്യൂ പ്ലസ് 2 ടൈംസ് ഓഫ് H2ൻ്റെ വാല്യൂ ആണ്. സോ CCl4ൻ്റെ വാല്യൂ എന്നുള്ളത് -105 ആണ്, പ്ലസ് 2 ടൈംസ് ഓഫ് നമുക്ക് ആരുടെ വാല്യൂ വേണം? H2ൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് -242. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആവും. ഞാൻ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലീവ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ചെയ്താക്കുക എന്നുള്ളത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി തരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം വരാവുന്ന നമുക്ക് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉള്ളത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എന്തായാലും റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ടും കമ്പഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ ഞാൻ അടുത്ത എൻതാൽപ്പി എന്നുള്ളത് പറയാൻ പോകുന്നത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഇനി നമുക്ക് ഡെഫിനിഷൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് കമ്പസ്റ്റഡ് കംപ്ലീറ്റ്ലി ഇൻ എന്താണ്? NF ഓഫ് ആര്? ഓക്സിജൻ. നോക്കിക്കേ, ഇപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എന്താൽപ്പി ഈ റിയാക്ഷൻ നിങ്ങൾക്ക് കമ്പഷൻ റിയാക്ഷൻ വിളിക്കാൻ പറ്റും. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. സോ ഇറ്റ്സ് എ കമ്പഷൻ. ഒബ്വിയസ്ലി ഇതൊരു കമ്പഷനാണ്.
ആൻഡ് കമ്പസ്റ്റ് ചെയ്യുന്ന ആരാ ഈസ് 1 mole കാർബൺ ഡൈ ഓക്സൈഡ്, റൈറ്റ്, 1 mole കാർബൺ, റൈറ്റ്. സോ ഒരു മോൾ സബ്സ്റ്റൻസ് കമ്പസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചിന് എനിക്ക് എന്തും വിളിക്കാം, എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് വിളിക്കാം. ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇത് ഓൾറെഡി എൻതാൽപ്പി ഓഫ് ആരാണ്, ഫോർമേഷൻ ആണല്ലോ. ആണ്, ഓൺലി വെൻ ദിസ് കാർബൺ ഈസ് ഗ്രാഫൈറ്റ്. ഓക്കെ, അഥവാ ഇവിടെ ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഈ റിയാക്ഷനെ നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്നും ഈ റിയാക്ഷൻ എൻതാൽപ്പിയെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നും വിളിക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ തൽക്കാലം എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഓക്കെ, എന്നാൽ എനിക്ക് ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻസ് ഓഫ് ഈച്ച് റിയാക്ടൻറ്റും പ്രൊഡക്റ്റും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ഓവറോൾ റിയാക്ഷൻ്റെ എൻതാൽപ്പി നമ്മൾ മുകളിൽ കണ്ടെത്തിയ പോലെ കണ്ടെത്താൻ പറ്റും. ശ്രദ്ധിക്കണം, കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ വെൻ എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ ഓഫ് ഏതൊക്കെ നമുക്കറിയാം, റിയാക്റ്റൻറ്റുകളും അറിയാം, എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ ഓഫ് ഏതും അറിയാം, നമുക്ക് പ്രൊഡക്റ്റും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എങ്ങനെ? എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം റിയാക്റ്റൻറ്റുകളുടെ വാല്യൂസാണ്, പിന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ അത് വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനും നമുക്കിവിടെ പറയാമെന്നേ ഉള്ളൂ. നോക്കിക്കോ, ഈ കാണുന്ന റിയാക്ഷൻ ഇവിടെ ദാ ഈതേനാണ് തന്നിരിക്കുന്നത്. ദിസ് പെർട്ടിക്കുലർ വൺ ഗിവൺ ഹിയർ ഈസ് ഈതൻ. അത് കംപ്ലീറ്റ് കമ്പഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാണുന്ന തന്നിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഈതേനാണ്, നോ ഡൗട്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നത് കാർബണിൻ്റെ കമ്പഷനാണ്. അപ്പോൾ ഇത് എന്താ തന്നിട്ടുണ്ടാവുക, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ആരാണ്, കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിനാണ്. ആൻഡ് ഒബ്വിയസ്ലി ഈ കാണുന്നത് ആരാണ്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ആരാണ്, ഹൈഡ്രജൻ. ഓക്കെ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാണുന്ന കമ്പഷൻ റിയാക്ഷൻസ് ആണ്. ആൻഡ് 1 mole ഈസ് ഗെറ്റിംഗ് കമ്പസ്റ്റഡ് കംപ്ലീറ്റ്ലി. സോ ദാറ്റ് ഈസ് വൈ ദീസ് എൻതാൽപ്പീസ് ആർ എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ ഓഫ് ദാറ്റ് ഗിവൺ സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി ചോദിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ഈതൈൻ. ഓക്കെ, അപ്പോൾ നമ്മോട് ചോദിക്കുന്നത് ഈതൈൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി കണക്കാക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് എന്താണ് ഈതൈൻ്റെ ഫോർമേഷൻ റിയാക്ഷൻ എന്നുള്ളതാണ്. സോ അതിനർത്ഥം നമുക്ക് 1 mole ഈതൈൻ ഫോം ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് വിച്ച് ആർ കാർബൺ ആൻഡ് H2. അപ്പോൾ നമ്മൾ കാർബൺ, 2 കാർബൺ, ഏതെങ്കിലും കാർബൺ അല്ല, ഗ്രാഫൈഡ് തന്നെ ആവണം. അത് എന്തായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഏതായി മാറണമെന്നുണ്ടെങ്കിൽ, ഫോർമേഷൻ എൻതാൽപ്പി മാറണമെന്നുണ്ടെങ്കിൽ. സോ 2 കാർബൺ പ്ലസ് 6 H ഉണ്ടാവണമെങ്കിൽ നമുക്ക് 3H2 ഗ്യാസ്. ശരിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മുകളിലത്തെ ഇക്വേഷൻ പ്രകാരം, ഈ കാണുന്ന ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് ഈ കാണുന്ന ഓരോ സ്പീഷീസിൻ്റെയും എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണക്കാക്കിക്കൂടെ? യെസ്, വി ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ്റെ ആര് തന്നെയാണ്, ഫോർമേഷൻ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഫോർമേഷൻ ഇറ്റ് സെൽഫ് എ റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പിനെയും നമുക്ക് എന്ത് വിളിക്കാം, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ വിളിക്കാം. പക്ഷേ എല്ലാ റിയാക്ഷൻ എൻതാൽപ്പീസും എന്തല്ല, ഫോർമേഷൻ എൻതാൽപ്പീസ് അല്ല. ഫോർമേഷൻ എൻതാൽപ്പി ആവണം എന്നുണ്ടെങ്കിൽ അവിടെ 1 mole ഫോം ചെയ്യണം, ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻ്റ് ആയിരിക്കണം. ശരിയാണോ? അപ്പോൾ ഈ കേസിൽ ഇസ് എ റിയാക്ഷൻ ആൻഡ് ഓൾസോ ഇസ് എ ഫോർമേഷൻ റിയാക്ഷൻ. സോ അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി എനിക്ക് ഫോർമേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാം, അത് ഈക്വലാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇഫ് യു നോ ദ എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ ഓഫ് ഈച്ച് സ്പീഷീസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ, യു ക്യാൻ ഫൈൻഡ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. ലൈക്ക് അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ 2 times എടുക്കണം, H2 3 times എടുക്കണം, മൈനസ് C2H6. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ഗ്രാഫൈറ്റ് അത് 2 times എടുക്കണം. സോ 2 times മൈനസ് 393.5. ഓക്കെ, അതിലോട്ട് H2ൻ്റെ കമ്പഷൻ വാല്യൂ ആഡ് ചെയ്യണം. സോ 3 times H2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ തേർഡ് 1 ആണ്. സോ മൈനസ് 286. അപ്പോൾ ഇത്രയും ഭാഗം സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ ഓഫ് ഏത് മാത്രമാണ് വന്നത്, റിയാക്റ്റൻസ് മാത്രമാണ്. സോ മൈനസ് നമുക്ക് ആര് വേണം, പ്രോഡക്റ്റ് വേണം, വിച്ച് ഈസ് ഈതൈൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈതൈൻ എന്നുള്ളത് ഒരു ഈതൈനുള്ളതുകൊണ്ട് ഒരു ഈതൈൻ്റെ വാല്യൂ നേരിട്ട് ഇങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് 1550. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് മാത്രം ചെയ്താൽ മതി, ഉള്ളി ദ മാഗ്നിറ്റ്യൂഡ് ഈസ് റിക്വയർഡ്. സോ ആൻസർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെയാണോ ആൻസറിൽ ഉത്തരം റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ആ തരത്തിൽ തന്നെ നിങ്ങൾ ആൻസർ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ.
ദാറ്റ്സ് ഇറ്റ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ബോണ്ട് എൻതാൽപ്പീസ് ആണ്. സോ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ അങ്ങ് പറയാം. ആൻഡ് ഈ ഭാഗത്ത് ഡെഫിനേഷൻ്റെ യൂസ് അധികം നിങ്ങൾക്ക് വരാറില്ല. സോ എന്നില്ലാലും ഓർത്ത് വെക്കണം. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when 1 mole of a bond from a particular gaseous species has broken to form എന്താണ് gaseous species. ഓക്കെ, ഒരു gaseous കോമ്പൗണ്ടിൽ നിന്നും ഒരു മോൾ പെർട്ടിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന എനർജിയാണ്. ആൻഡ് ശ്രദ്ധിക്കണം, ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സ്പീഷീസുകൾ gaseous സ്പീഷീസ് ആയിരിക്കും വേണം. ഓക്കെ, സോ നമ്മളിവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ചെക്ക് ചെയ്താൽ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ആൻഡ് നമ്മോട് പറയുന്നത് ഈ പറയപ്പെട്ട ഡയറ്റോമിക് സ്പീഷീസുകളുടെ ബോണ്ട് എൻതാൽപ്പീസിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത്. വാല്യൂ അല്ല, വാല്യൂൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ A2 എന്ന് പറയുന്ന ആളുടെ ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഇവിടെ റിയാക്ഷൻ എൻതാൽപ്പി ഓൾറെഡി ഗിവണാണ്. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ നമ്മുടെ എൻതാൽപ്പി കമ്പഷനും റിയാക്ഷൻ എൻതാൽപ്പിയും തമ്മിലുള്ള റിലേഷൻ എഴുതിയ പോലെ, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ഓഫ് റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ എഴുതിയ പോലെ ഇവിടെയും ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. യെസ്, ആക്ച്വലി ദർ ഈസ് എ റിലേഷൻ ആൻഡ് ദ റിലേഷൻ ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻറ്റ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ സിംപ്ലി ഞാൻ ആ പറയപ്പെട്ട സംഗതി മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റിയാക്ഷൻ എൻതാൽപ്പി ഓൾറെഡി ഗിവൺ. ഓക്കെ, ഫോർമേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ എൻതാൽപ്പി ഓൾറെഡി ഗിവൺ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് -200. ഓക്കെ, ആൻഡ് ഇനി ഞാൻ ഈ സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ പ്രൊഡക്റ്റ് എന്നുള്ള സംഗതി ഞാൻ ഇക്വേഷനായിട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ എഴുതേണ്ടി വരും. എങ്ങനെ? സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് A2 പ്ലസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് B2. ഓക്കെ, വിച്ച് മീൻസ് റിയാക്ടൻറ്റിൻ്റെ പാർട്ട് ഈസ് ഡൺ മൈനസ് 2 times ബോണ്ട് എൻതാൽപ്പി ഓഫ് AB. ഓക്കെ, സോ പ്രോഡക്റ്റിൻ്റെ പാർട്ടും ഡൺ. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോണ്ട് എൻതാൽപ്പികൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ദ റേഷ്യോ ഈസ് 1:0.5:1. ഓക്കെ, അപ്പോൾ A2യുടെ ബോണ്ട് എൻതാൽപ്പി എന്താണോ, A2യുടെ ബോണ്ട് എൻതാൽപ്പി ലെറ്റ്സ് A2യുടെ ബോണ്ട് എൻതാൽപ്പി ഞാൻ X എന്നെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും B2യുടെ ബോണ്ട് എൻതാൽപ്പി ഞാൻ എന്തെടുക്കേണ്ടി വരികയാണ്? ഓട്ടോമാറ്റിക്കലി X/2 എന്നെടുക്കേണ്ടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതങ്ങനെ കൊടുത്തു. മൈനസ് AB-യുടെ ബോണ്ട് എൻതാൽപ്പി അഗൈൻ എന്ത് തന്നെ ആവേണ്ടി വരും? X തന്നെ, 1:0.5:1. സോ നമ്മൾ 2 times X എന്നെടുക്കണം. ഓക്കെ, ആൻഡ് അത്രയും ആളുകളുടെ വാല്യൂ ആണ് -200. ശരിയാണോ? സോ -200 ഈക്വൽ ടു, സോ നമുക്കിവിടെ വരാൻ പോകുന്നത് X പ്ലസ് X/2, ദാറ്റ് ഈസ് 1.5x minus 2x equal to 200. So minus 200 is equal to minus 0.5x. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിൻ്റെ ആൻസർ 400 എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. അത്ര സിമ്പിളേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഏതാ നമുക്ക് ഇമ്പോർട്ടൻ്റ്? ഈ കാണുന്ന റിലേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആൻഡ് ഈ റിലേഷൻ ഞാനൊരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം നിങ്ങളോട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് പറയുകയാണ് ബോണ്ട് എൻതാൽപ്പി ഓഫ്, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാറ്റ തന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ് ബോണ്ട് എൻതാൽപ്പി ഓഫ് CH എന്നുള്ളത് സംതിങ് എക്സ് എന്ന് ഞാൻ തൽക്കാലം എടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് CH4 ആണെങ്കിൽ നിങ്ങൾ CH4 എന്ന് പറയുമ്പോഴേക്കും അവിടെ എത്ര CH ബോണ്ടുകളുണ്ട്? എത്ര CH ബോണ്ടുകളുണ്ട്? 4. അപ്പോൾ നിങ്ങൾ സമേഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു CH4 തന്നെ 4 CH ബോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബോണ്ട് എൻതാൽപ്പി ഓഫ് CH എടുക്കുമ്പോൾ 4 times X എടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ക്വസ്റ്റ്യനുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു റിയാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കണം. ദ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് സോളിഡ് ബെൻസോയിക് ആസിഡ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ് വാല്യൂ? സോളിഡ് ബെൻസോയിക് ആസിഡിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ളത് -321 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിലെ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് QV മാത്രം. അപ്പോൾ QVയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ΔU ആണ്. സോ ΔUയുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എത്ര? -321.3 കിലോ ജൂളിലാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, കിലോ ജൂൾ. ഓക്കെ, അറ്റ് എന്താണ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 300 കെൽവിൻ. ഓക്കെ, റെഡി. ആൻഡ്
ദ ഹീറ്റ് ഓഫ് കമ്പഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് അതിൻ്റെ ഡാറ്റ നിന്നുണ്ട് ഈ കാണുന്ന ഡാറ്റയിലോട്ട് എത്തിക്കാനാണ് പറഞ്ഞത്. സംതിങ് ഈ ഒരു ടേമിലായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ ആ എക്സിൻ്റെ വാല്യൂ കണക്കാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്, നമുക്കപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്യൂ പി ആണ്. ക്യൂ പി എന്ന് പറയുമ്പോൾ ആരാണ്? ഡെൽറ്റ എച്ച് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കടാ, ഇഫ് ദർ ഈസ് സം റിലേഷൻ ദാറ്റ് ഈസ് കണക്ടിങ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു, നമുക്ക് കുറച്ചുകൂടി എളുപ്പമില്ലായിരുന്നു. യെസ്, ആക്ച്വലി ദർ ഈസ് എ റിലേഷൻ. ദ റിലേഷൻ ഈസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി അല്ലേ. ഈവൻ ബോർഡ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ റിലേഷൻ അറിയുന്നുണ്ടാകും. അത്രയും ഫേമസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ എത്രയും ഇമ്പോർട്ടൻ്റ് നമ്മൾ പണ്ട് മുതലേ നോട്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ്. ഓക്കെ, സോ ഞാൻ ഈ കാണുന്ന റിലേഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഡെൽറ്റ എച്ച് ഈസ് നോൺ, ഡെൽറ്റ എച്ച് നോൺ അല്ല, ഡെൽറ്റ യു ഈസ് നോൺ. ഇനി നമുക്ക് ടി ഈസ് നോൺ, ആറായിട്ട് തന്നെ എടുത്താൽ മതി, നോട്ട് ആസ് ടു എന്നാണ് ചേഞ്ച്. ആൻഡ് ഡെൽറ്റ എൻ ജി, ഈ ഡെൽറ്റ എൻ ജി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സമ്മേഷൻ ഓഫ് number of moles of gaseous product minus summation of number of moles of gaseous reactant. ഓക്കെ, ഞാൻ വളരെ വേഗത്തിൽ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. അഥവാ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് ആയിരിക്കുന്ന നമ്പർ ഓഫ് മോൾ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗേഷ്യസ് സ്പീഷീസുകളുടെ നമ്പർ ഓഫ് മോളിൽ നിന്നും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് സ്പീഷീസുകളുടെ എണ്ണം നിങ്ങൾ കുറച്ചാൽ മതി. ഓക്കെ, ഗ്യാസുകൾ മാത്രമേ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ഇക്വേഷൻ വേണം, എന്നാൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ സംഗതി ചെയ്യാൻ കഴിയുള്ളൂ. യെസ്, ദർ ഇസ് എൻ ഇക്വേഷൻ. ഏതാ ഇക്വേഷൻ വരാൻ പോകുന്നത്? കമ്പഷൻ ഓഫ് ബെൻസീൻ. കമ്പഷൻ ഓഫ് ബെൻസീൻ. ജനറലി കമ്പഷൻ റിയാക്ഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ നമുക്ക് ബാലൻസ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. സി എക്സ് എച്ച് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 4O2 ഗിവ്സ് എക്സ് CO2 പ്ലസ് y by 2 H2O. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ പറയപ്പെട്ട ഹൈഡ്രോ കാർബൺ ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം, സോളിഡ് ആകാം. അത് നമ്മൾ ക്വസ്റ്റ്യനനുസരിച്ച് എന്തെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കണം. ആൻഡ് ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, ആൻഡ് ലിക്വിഡ് ആയിരിക്കും നിങ്ങളുടെ വാട്ടർ. സോ ഈ ഇക്വേഷൻ പ്രകാരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ബെൻസീൻ്റെ കമ്പഷൻ ആയതുകൊണ്ട് CxH6 പ്ലസ് 15/2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7.5O2 ഗ്യാസ്. ഓക്കെ, ഇറ്റ്സ് ലിക്വിഡ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോളിഡ് ബെൻസോയിക് ആസിഡ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ സോളിഡ് എന്നുള്ളത് മാർക്ക് ചെയ്യണം. മൈനസ് എത്ര CO2 ആയിരിക്കും? 3CO2 ഗ്യാസ് പ്ലസ് 3H2O ലിക്വിഡ്. സോ ഇത് പ്രകാരം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഡെൽറ്റ എൻ ജി കണക്കാക്കും. ഡെൽറ്റ എൻ ജി കണക്കാക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ഗ്യാസുകൾ നോക്കുക. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 3 moles ഓഫ് ഗ്യാസ് ഇസ് ദ, സോ 3. ആൻഡ് ഇത് ലിക്വിഡാണ്, സോ 3 മൈനസ് റിയാക്ടൻ സൈഡിൽ ഗ്യാസ് ഏത് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. സോ 3 മൈനസ് 7.5. ഓക്കെ, 3 മൈനസ് 7.5 നമുക്ക് വരാൻ പോകുന്നത് എത്രയാണ്? മൈനസ് 4.5. ശരിയല്ലേ? മൈനസ് 4.5. സോ തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്ന ഡെൽറ്റ എൻ ജീനെ നമ്മൾ ആ ഇക്വേഷനിലോട് കൊടുത്താൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, സോ നൗ ലിസൺ. ഇവിടെ ഡെൽറ്റ എച്ച് നമുക്ക് ഓൾറെഡി അറിയാം. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 321.3. അത് കിലോ ജൂളിലാണ്, ശ്രദ്ധിക്കണം. ആൻഡ് ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ മൈനസ് 4.5. ഓക്കെ, മൈനസ് 4.5. ഞാൻ ആ പ്ലസ് അവിടെ തന്നെ കൊടുക്കുന്നില്ല. ഇവിടെ ഡെൽറ്റ എൻ ജി മൈനസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് 4.5. ആർ അവിടെ കൊടുത്തു. ടി എന്ന് പറയുന്നത് എന്തിലാണ് കൊടുക്കുന്നത്? ടി എന്ന് പറയുന്നത് നമ്മൾ 300 കെൽവിലാണ്. സോ ആറിൻ്റെ വാല്യൂ ഞാൻ മാറ്റിയില്ല. ആറിൻ്റെ വാല്യൂ നമ്മൾ കിലോ ജൂളിലായിരിക്കും എഴുതേണ്ടി വരിക. ഇപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്തായാലും കിലോ ജൂളിലോട്ട് മാറ്റേണ്ടി വരും. ആറിൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യകത അവിടെ പറയുന്നില്ല. ഓക്കെ, കാരണം ഈ നേരിട്ട് x × R എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4.5 × 300. ഇതായിരിക്കും നിങ്ങളുടെ, ഈ ടേം ആയിരിക്കും നിങ്ങളുടെ എക്സ് വരാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും 3 ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ ടോപ്പിക്കുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഗതികൾ നിങ്ങൾ കുറച്ചുകൂടിയും ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം. അതിൻ്റെ കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു സെഷനിൽ കാണാം. So thank you for watching.
കൂടുതൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ സുഖമായിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചെയ്യാവുന്നതായിരുന്നു. സോ മനസ്സിലാത്ത പാർട്ടുകൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. സംശയങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റായിട്ട് അറിയിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.